ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇലയുടെയൊക്കെ തയ്യാറാക്കുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ റവ വെച്ചിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം പലഹാരം വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ സോഫ്റ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഴം വഴറ്റുമ്പോൾ ഞാൻ അധികവും ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പഴക്കം നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാവുന്ന നല്ല ഉടഞ്ഞ് വന്നിട്ടുമില്ല. അപ്പോൾ അതുപോലെ വേണ്ട കിട്ടാൻ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ ചേർത്തിട്ട് 2 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ തേങ്ങത്തെ ആ ഒരു വെള്ളപ്പറ്റൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തേങ്ങ പഴത്തിൽ നല്ല രീതിയിലൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന് ഒരു ഫില്ലിങ്സ് ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയും പഴമൊക്കെ നല്ല രീതിയിൽ യോജിച്ച് വരണം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലത്തെ അഴുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാകമാണ് കേട്ടോ. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും. ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല വറ്റിക്കഴിഞ്ഞാലുള്ളൂ ആ ഒരു തേങ്ങയിലേക്കും അതുപോലെ തന്നെ പഴത്തിലേക്കും നല്ലപോലെ അത് പിടിക്കുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനിയൊക്കെ നല്ല രീതിയിൽ വറ്റി ഇതിലേക്ക് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയത്ത് നട്ട്സൊക്കെ ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് പോവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3/4 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്ത റവ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴുള്ളൂ നല്ലൊരു ടേസ്റ്റ് അതുപോലെ നല്ലൊരു സോഫ്റ്റും കിട്ടുള്ളൂ. നമ്മളുടെ കയ്യിൽ റോസ്റ്റഡ് റവ ആണെങ്കിൽ പോലും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും റവ നല്ല രീതിയിൽ കുക്കായി വന്നത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. 3/4 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ റവ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ മിക്സ് ഇപ്പോൾ നല്ലപോലെ ഒന്ന് ചൂട് പോയിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ വാഴയിലയിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. വാഴയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റവ മിക്സിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. കയ്യിലൊട്ടി പിടിക്കുകയാണെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ നനച്ചതിന് ശേഷം ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക.
ഇത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണമെന്നില്ല കേട്ടോ, ചെറിയൊരു കട്ടിയോട് കൂടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. റവ കൊണ്ടായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആവിയിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒരേ രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ തന്നെ വെച്ച് കൊടുക്കരുത്, കുറച്ച് നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് വശം ഇതുപോലെ പിടിച്ചിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വാഴയിലൊക്കെ വാട്ടിയെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ റവ കൊണ്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ. റവയൊക്കെ വേവിച്ചിട്ടൊന്ന് തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയായിരിക്കും കിട്ടുക. അതായത് വായിലിട്ട് അലിഞ്ഞു പോകുക എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ അടുത്തതും വാഴയില വെച്ചിട്ട് അതിലേക്ക് റവൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കുറച്ചധികം തന്നെ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം പലഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് അവിലും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ അതാ ഇതിലേക്കും കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഓൾറെഡി എല്ലാം കുക്കായതാണ്, അതായത് റവയൊക്കെ നല്ല രീതിയിൽ കുക്കായതാണ്. എന്നാലും നമ്മൾ വാഴയിലൊക്കെ ഒന്ന് വെച്ച് ആവി കയറ്റി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ട് നല്ലപോലെ ആവി വരുമ്പോൾ മാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. ഇത് ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ട, ഇതിന് ചെറുത് മതിച്ചെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ആവി കയറ്റി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റാം. ഇപ്പോൾ അതാ പലഹാരമൊക്കെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെയാണല്ലോ ചെയ്യൽ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് റവ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.